റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ അന്വേഷണം ഇന്ന് ആരംഭിക്കും. നടക്കാവ് മുൻ SHO PK ജിജീഷ്, SI ബിനു മോഹൻ, സീനിയർ CPOമാരായ MP ശ്രീകാന്ത്, KK ബിജു എന്നിവർക്കെതിരെയാണ് അന്വേഷണം. ഷാദ് റഹ്മാനാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. ഷഹദ്, പറയൂ കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് രജിത്ത്, സ്മിത. ഈ കേസ് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കേസാണ്. ഇതിൻ്റെ പല തരത്തിലുള്ള ഘട്ടങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. കാരണം ഈ കേസിൽ ഇതിൻ്റെ ഗോൾഡൻ അവർ ഈ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 4 പോലീസുകാർക്കെതിരെ ഇപ്പോൾ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ നടക്കാവ് മുൻ SHO PK ജിജീഷ്, SI ബിനു മോഹൻ, സീനിയർ CPOമാരായ MP ശ്രീകാന്ത്, KK ബിജു എന്നിവർക്കെതിരെയാണ് അന്വേഷണം നടക്കുന്നത്. ഈ കേസിന്റെ തുടക്കത്തിൽ CCTV ശേഖരിക്കുന്നതിൽ പിഴവ് സംഭവിച്ചു. ഒപ്പം തന്നെ ഈ കേസിന്റെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിലും ഇത്തരത്തിൽ പിഴവ് സംഭവിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ളത്. മാമിയുടെ കുടുംബവും ഈ വിഷയം നേരത്തെ തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ വകുപ്പ് തല അന്വേഷണത്തിന് തീരുമാനിച്ചിരിക്കുന്നത്. 3 മാസമാണ് ഇവർക്ക് കാലാവധി നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരമേഖല IG ആണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. 2 മാസത്തിനകം അന്വേഷണം 2 മാസമാണ്, 3 മാസമല്ല, 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശമുള്ളത്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.